ഹായ് ഓൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 സ്ക്വയർ ഐഡൻറ്റിറ്റീസിലെ പേജ് നമ്പർ 45 ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. പേജ് നമ്പർ 45 ക്വസ്റ്റ്യൻ നമ്പർ 2. അതിൽ സെക്കൻഡ് പ്രോബ്ലം നമുക്കതൊന്ന് വായിച്ച് നോക്കാം. കാൽക്കുലേറ്റ് the remainder on dividing the squares of some natural numbers by 4. Explain why the statement below are true. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അതിൻ്റെ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉണ്ടാകുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഇത് ട്രൂ ആണോ എങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ അതാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. എന്താ അവർ പറയുന്നത്? ഏതെങ്കിലും ഒരു നാച്ചുറൽ നമ്പർ 1, 2, 3, 4 അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അപ് ടു എന്തെന്നില്ല, അത് ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ അത്രയും നമ്പേഴ്സ് അതിൽ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയറിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിമൈൻഡർ 0 അല്ലെങ്കിൽ 1 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്പേഴ്സ് ഇട്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും എനി നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 എടുക്കുന്നുണ്ട്. അപ്പോൾ 3 എടുത്തു. അതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് അതിനെ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ചെയ്യുമെങ്കിൽ 9 എന്ന് കിട്ടും. അപ്പോൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 2s are 8 അല്ലേ. ബാക്കി നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 1. അപ്പോൾ കണ്ടോ, ഇത് 1 എന്ന് കിട്ടി. ഇനി ഇത് നമുക്കറിയാവുന്ന നാച്ചുറൽ നമ്പേഴ്സിൽ ഏത് 2 നമ്പേഴ്സാണ് വരിക? ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഓഡ് നമ്പേഴ്സും അതുപോലെ തന്നെ ഈവൻ നമ്പേഴ്സും. ഈ 2 ടൈപ്പ് നമ്പേഴ്സ് അല്ലേ ഈ നാച്ചുറൽ നമ്പറിൽ വരുള്ളൂ. നോക്കിയേ 1 2 3 4 5 6 7 8 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. അതിൽ നോക്കൂ, ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സ്. ഇതൊക്കെ എന്താണ്? ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും മിക്സ് ചെയ്തിട്ടാണല്ലേ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ 2 നമ്പേഴ്സല്ലേ നമ്മളിവിടെ എടുക്കുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഓഡ് നമ്പർ ഇട്ടിട്ട് ചെയ്ത് നോക്കി. ഇനി നമുക്കൊരു ഈവൻ നമ്പർ ഇട്ട് ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ 4 ഇടാം. 4 ഒരു ഈവൻ നമ്പർ എടുത്തു, അതിൻ്റെ സ്ക്വയർ അപ്പോൾ നമുക്ക് 16 എന്ന് കിട്ടും അല്ലേ. 4ൻ്റെ സ്ക്വയർ 16. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ അവർ പറഞ്ഞത്. അപ്പോൾ 16/4. അപ്പോൾ എന്താ? 4 4s are 16. റിമൈൻഡർ എന്താ? 0. എന്താ നോക്കിയേ, 1 അല്ലെങ്കിൽ 0. ഈ 2 റിമൈൻഡേഴ്സ് നമുക്ക് കിട്ടും. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ ഓഡ് നമ്പറും അതുപോലെ ഈവൻ നമ്പറുകളെ ഈ നാച്ചുറൽ നമ്പേഴ്സിൽ വരുള്ളൂ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പ്രൂഫ് വേണമല്ലോ നമുക്ക്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിൻ്റെയും ഈവൻ നമ്പേഴ്സിൻ്റെയും ഒരു ഗ്രൂപ്പാണല്ലേ, ചേർന്നതാണ്. അതായത് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് മിക്സ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഓഡ് നമ്പേഴ്സിനെ നമ്മൾ പഠിച്ചു എങ്ങനെയാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക? 2n + 1 അല്ലേ. ഈവൻ നമ്പർ എന്ന് പറയുന്നത് 2n അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയറുകൾ കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം എന്നാണ് പറഞ്ഞത്? ഒന്നെങ്കിൽ 0 റിമൈൻഡർ കിട്ടണം, അല്ലെങ്കിൽ 1 റിമൈൻഡർ കിട്ടണം. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ഓഡ് നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 1 റിമൈൻഡർ കിട്ടുന്നുണ്ട്, ഈവൻ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ 0 റിമൈൻഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇത് ഓഡ് നമ്പർ ആണല്ലോ, ഇത് ഓഡ് നമ്പർ, ഇത് ഈവൻ നമ്പർ. നമ്മൾ ഓഡ് നമ്പറിനെ 2n + 1 ഈവൻ നമ്പറിനെ 2n എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കേ, ഈ 2n ഇതിൻ്റെ സ്ക്വയർ കാണാനല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2n + 1 ഹോൾ സ്ക്വയർ അല്ലേ = എന്ത് കിട്ടും? ഇത് നമ്മുടെ x + y ഹോൾ സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി അല്ലേ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾക്കറിയാലോ, x² + 2xy + y² ആണ്. അതുപോലെ തന്നെ ഇവിടെ എഴുതിക്കൂടെ? അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 2n ആണ്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 2n² + 2 × 2n × 1
പ്ലസ് വൈ സ്ക്വയറിൻ്റെ അവിടെ 1 സ്ക്വയർ അല്ലേ. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2n സ്ക്വയർ എന്ന് പറയുന്നത് 4n സ്ക്വയർ. അതായത് 2n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ൻ്റെ സ്ക്വയറും n-ൻ്റെ സ്ക്വയറുമാണ് അല്ലേ. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോഴോ 2 × 2n 4n, 4n × 1 എന്ന് പറഞ്ഞാൽ 4n തന്നെ അല്ലേ. പ്ലസ് 4n പ്ലസ് ഇതെന്താ 1. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് നമുക്ക് രണ്ടിൽ നിന്നും 4 പുറത്തേക്ക് എടുത്തൂടെ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ 4 പുറത്തേക്ക് ഇടുമ്പോൾ ഇവിടെ n സ്ക്വയർ പ്ലസ് n പ്ലസ് 1 എന്ന് കിട്ടും അല്ലേ. ഈ n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്നത് ഏത് വേണമെങ്കിലും ആവാം അല്ലേ, ഏത് നാച്ചുറൽ നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഞാൻ തൽക്കാലം അതിന് k എന്ന് കൊടുക്കാം. ഓക്കെ, ഇതെന്ന് പറയുന്നത് k ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? k ഈസ് എനി നാച്ചുറൽ നമ്പർ. ഏത് നാച്ചുറൽ നമ്പർ ആയാലും കുഴപ്പമില്ല, ഏത് നമ്പർ ആയാലും നമുക്ക് kനെ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ നോക്കിയേ, ഇവിടെ റിമൈൻഡർ 1 കിട്ടും. നോക്കിയേ, kക്ക് എന്ത് നമ്പർ ഇട്ട് കൊടുത്ത് നോക്കൂ നിങ്ങൾ. kക്ക് ഞാനിപ്പോൾ 4 × kക്ക് 2 കൊടുക്കുകയാണ് പ്ലസ് 1. അപ്പോൾ നിങ്ങൾക്ക് 8 + 1 എന്ന് കിട്ടും അല്ലേ. 8 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് കംപ്ലീറ്റ് ഡിവൈഡ് ചെയ്ത് പോകും. ബാക്കി അപ്പോൾ റിമൈൻഡർ 1 കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിനതെന്താണ് ശരിയാണ് അല്ലേ. അപ്പോൾ 4k + 1 ഇതെന്താണ്? അപ്പോൾ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ആൻഡ് ഡിവിഷൻ ബൈ 4 വി ഗെറ്റ് 1 ആസ് റിമൈൻഡർ അല്ലേ. അപ്പോൾ നമ്മൾ ഏത് നാച്ചുറൽ നമ്പറിനെയും അതിലെ ഓഡ് നമ്പർ അതിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? സ്ക്വയർ കണ്ടിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റിമൈൻഡർ 1 കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ പ്രൂവ് ചെയ്യാം. അടുത്ത ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈവൻ നമ്പറിനെ ചെക്ക് ചെയ്ത് നോക്കാം. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ എന്താ? ഈവൻ നമ്പർ വി ക്യാൻ ഡിനോട്ടഡ് ആസ് 2n അല്ലേ. ഇനി അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? 2n സ്ക്വയർ ഈക്വൽ ടു 4n സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾ നോക്കിക്കേ, ഈ n-ന് നമ്മൾ ഏത് വാല്യൂ കൊടുത്താലും ഏത് ഇൻറ്റീജർ കൊടുത്താലും നമുക്ക് എന്താണ് 4ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് കിട്ടുക അല്ലേ. അപ്പോൾ നോക്കിയേ, ഫോർ എക്സാമ്പിൾ 4 × 5 കൊടുത്തോളൂ, 5 സ്ക്വയർ. 4 × 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 100. 100 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, 25 എന്ന് കിട്ടും അല്ലേ. റിമൈൻഡർ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ഇതല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? 4n സ്ക്വയർ എന്ന് പറയുന്നതും നേരത്തെ നമുക്ക് എന്താ കിട്ടിയത്? ഓഡ് നമ്പറിൻ്റെ 4k + 1 അല്ലേ. 4k + 1 എന്ന് പറയുന്നതും ഒക്കെ എന്താണ്? സെയിം ആണ്. അതായത് 4n സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ, അതായത് ഈവൻ നമ്പറിൻ്റെ സ്ക്വയർ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ. അപ്പോൾ ഓഡ് നമ്പറിൻ്റെ ഇവിടെ നമുക്ക് റിമൈൻഡർ എന്താണ്? 0 കിട്ടും. ഇവിടെ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അപ്പോൾ ഇതെന്തായി? രണ്ടും അവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനും നമ്മൾ എഴുതി. അടുത്തത് അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അത് ട്രൂ ആണല്ലേ. കാരണം എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു ഏത് നാച്ചുറൽ നമ്പറിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 0 അല്ലെങ്കിൽ 1 കിട്ടുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ അല്ലേ. അതായത് നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പർ എടുത്തു, അതായത് 2 എന്നെടുത്തു, അതിൻ്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. അപ്പോഴും നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണ്? 0 അല്ലെങ്കിൽ 1 ആണ് നമുക്ക് റിമൈൻഡറായിട്ട് കിട്ടിയത് അല്ലേ. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഈ നാച്ചുറൽ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ അല്ലേ. അപ്പോൾ 2 അല്ലെങ്കിൽ 3 ആണ് നമുക്ക് റിമൈൻഡറായി കിട്ടണമെങ്കിൽ അതൊരിക്കലും എന്താവില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ഈ പ്രോബ്ലം ഉണ്ടല്ലോ, അതിൽ 4n സ്ക്വയർ അല്ലെങ്കിൽ 4k + 1 എന്നുള്ള ആ ഒരു ഇത് കിട്ടണം. നിങ്ങളിവിടെ ഈ n കൊടുത്തുകൊണ്ട് ഇവിടെ ഇതൊന്നുമില്ല. എന്ന് പറയുന്നത് എനി നമ്പർ. ഓക്കെ, ഇവിടെ k എന്ന് പറയുന്നതും എനി നമ്പർ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ എന്താ? ഇവിടെ നമ്മളോട് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആവണം എന്നാണ് അല്ലേ. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ പറയുന്നത്? നമുക്ക് റിമൈൻഡർ 2 or 3 എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് 2 അല്ലെങ്കിൽ 3 റിമൈൻഡർ കിട്ടിയാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കേസിൽ ഇതിലെന്ത് വരും? അല്ലെങ്കിൽ ഇതിൽ, അപ്പോൾ ഇതിൽ നമുക്ക് 4
എൻ സ്ക്വയർ അല്ലെങ്കിൽ 4k+1. അപ്പോൾ ഇതിൽ 4n സ്ക്വയർ 4k+1 ഇത് രണ്ടും വന്നെങ്കിൽ മാത്രമേ അതെന്താവുള്ളൂ, പെർഫെക്റ്റ് സ്ക്വയർ ആവുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഇതെന്താവും, ഇവിടെ നമുക്ക് 4k+2 അല്ലെങ്കിൽ 4k+3 എന്ന് വരും. കാരണം റിമൈൻഡർ എന്തായി മാറും, 2 അല്ലെങ്കിൽ 3 ആയിട്ട് മാറും. അവരൊരിക്കലും എന്താവില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. പെർഫെക്റ്റ് സ്ക്വയർ ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത പോലെ അത് എങ്ങനത്തെ ഇക്വേഷൻ്റെ ഫോമിൽ വരണം, 4n സ്ക്വയർ അല്ലെങ്കിൽ 4k+1 എന്ന് തന്നെ വരണം. ഓക്കെ. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും നമ്മൾ പറഞ്ഞല്ലോ, ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും ഓഡ് നമ്പർ ആയാലും, ഓഡ് നമ്പറും ഈവൻ നമ്പർ ആണല്ലോ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഇവ രണ്ടുപേരും വരുന്നതാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇത് രണ്ടും വരുമ്പോൾ നമുക്ക് എന്തേ കിട്ടൂ, 0 അല്ലെങ്കിൽ 1 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കിട്ടുള്ളൂ. അതായത് ഏതൊരു ഓഡ് നമ്പർ എടുത്താലും ഏതൊരു ഈവൻ നമ്പർ എടുത്താലും അതിൻ്റെ സ്ക്വയർ ചെയ്തിട്ട് അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് മാത്രമേ റിമൈൻഡേഴ്സ് വരുള്ളൂ, 0 അല്ലെങ്കിൽ 1 മാത്രമേ റിമൈൻഡേഴ്സ് വരുള്ളൂ. ഇങ്ങനെ മാത്രമേ അത് വരുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്ത് വരില്ല, 2ഓ 3ഓ നമുക്ക് റിമൈൻഡർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കില്ല, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല.